been or be plus n is the passive marker in English, whereas ped is the passive marker in Malayalam. Let's see why. Take this sentence for example. He speaks two languages. He is the subject, speaks is the verb, two languages object. Or we can label them as NP1, verb plus present tense, NP2. You see, this is the verb, speaks. Speaks means present tense plus speak. Yes, plus speak. Put been just before speak. So the structure is present, been, speak. N goes to speak and becomes spoken. B goes to present and becomes am, is, are. Two languages, the NP2 becomes the subject, grammatical subject of the sentence. So two languages here. As it is plural, it chooses are. Sentence വായിച്ചു നോക്കൂ ഇനി. Two languages are spoken by him. ഇനി ഇതിന്റെ മലയാളം നോക്കൂ. Are spoken. Spoken means സംസാരിക്കപ്പെട് എന്നുള്ളതുകൊണ്ടാണ് പെട്. Are equals ഒന്നു. അപ്പോൾ സംസാരിക്കപ്പെടുന്നു എന്ന് തന്നെയാണ് എഴുതിയിട്ടുള്ളത്. ഇനി ഇതിന്റെ മലയാളം കൂടി നിങ്ങൾ കേൾക്കൂ. അവൻ രണ്ട് ഭാഷകൾ സംസാരിക്കുന്നു. മലയാളം ആകുമ്പോൾ വേർഡ് ഓർഡറിന് ചെറിയ ഡിഫറൻസ് ഉണ്ട്, പക്ഷേ വാക്കുകളെല്ലാം അത് തന്നെയാണ്. സ്പീക്സ് സംസാരിക്കുന്നു. സംസാരിക്കുന്നതിനെ സ്പ്ലിറ്റ് ചെയ്യൂ. സംസാരിക്കുക പ്ലസ് ഒന്നു. സംസാരിക്കുക വേർബിന്റെ റൂട്ടാണ് ഒന്നു. നമുക്ക് അതിന്റെ ടെൻസ് മോർഫീമാണ്. ഇനി അതിന്റെ ഇടയിൽ പെട് ചേർക്കൂ. സംസാരിക്കപ്പെടുന്നു. ഇനി സെന്റൻസിനെ നമുക്ക് ടു ലാംഗ്വേജസിനെ മുന്നിലേക്ക് കൊണ്ടുവരുന്നു, സബ്ജക്ട് പൊസിഷനിലേക്ക് കൊണ്ടുവരുന്നു. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്നത് രണ്ട് ഭാഷകൾ അവനാൽ സംസാരിക്കപ്പെടുന്നു. അവനാൽ എന്ന് പറയുമ്പോൾ ആരാൽ ആണ്, ഏജന്റ് ഓഫ് ആക്ഷൻ ആണ് കാണിക്കുന്നത്. ഇവിടെ ബൈ ഹിം അത് കാണിക്കുന്നുണ്ട്. ബൈ പ്രിപ്പൊസിഷൻ ആണ്, ഹിം ആ പ്രിപ്പൊസിഷന്റെ ഒബ്ജക്റ്റ് ആണ്. രണ്ട് സെന്റൻസ് ഒന്ന് പറഞ്ഞു നോക്കൂ. ഹി സ്പീക്സ് ടു ലാംഗ്വേജസ്. ടു ലാംഗ്വേജസ് ആർ സ്പോക്കൺ ബൈ ഹിം. അവൻ രണ്ട് ഭാഷകൾ സംസാരിക്കുന്നു. രണ്ട് ഭാഷകൾ അവനാൽ സംസാരിക്കപ്പെടുന്നു. ക്യൂരിയസ് ടു നോ മോർ? ക്ലിക്ക് ദി ലിങ്ക് ബിലോ.